നമസ്കാരം. ഞാൻ രശ്മി മാക്സിം, ഒരു പ്രോസസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഒബേസിറ്റി മാനേജ്മെൻറ്റ് കോച്ച് കൂടിയാക്കി മാറ്റി. വളരെ സക്സസ്ഫുള്ളായിട്ട് ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റേഷൻ അച്ചീവ് ചെയ്ത ഒരു വലിയ സമൂഹമുണ്ട് എനിക്കൊപ്പം. ആ കമ്മ്യൂണിറ്റിയുടെ പേര് ബ്രിയോ ലീഗ് എന്നാണ്. ഈ ബ്രിയോ ലീഗിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയുള്ളത്. അത് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലം, ചെറുപ്പകാലം ഒരു പശ്ചാത്തലമായി വിവരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് പഠനം എന്നാൽ സ്കൂളിൽ അവസാനിക്കും. പഠിക്കാൻ അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 1-2 എക്സ്ട്രാ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് പരീക്ഷയ്ക്ക് അവരെ പര്യാപ്തരാക്കും. അതാണ് രീതി. അല്ലാതെ നേരം വെളുക്കുമ്പോൾ തൊട്ട് പാതിരാ വരെ ട്യൂഷനും സ്കൂളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമ്പ്രദായം അന്നില്ല. അതുകൊണ്ട് തന്നെ ആവോളം കളിച്ചും ഉല്ലസിച്ചും നല്ലവണ്ണം വെയിലും മഴയും ഒക്കെ കൊണ്ടും അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളും വീണ് കിട്ടുന്ന പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചും മായം ചേർക്കാത്ത അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണം കഴിച്ചും വേണ്ടുവോളം ഉറങ്ങിയും ഒക്കെ സ്ട്രെസ് ഇല്ലാതെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞ സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടം, അതേക്കുറിച്ചാണ് പശ്ചാത്തലമായി ഞാൻ വിവരിച്ചത്. ഇന്നത്തെ തലമുറ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നത് ഈ പശ്ചാത്തല വിവരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും അല്ലെങ്കിൽ പോലും നല്ലൊരു വിഭാഗവും ഇത് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. അവരുടെ മാനസിക ശാരീരിക ആരോഗ്യം എത്രത്തോളം ദുർബലമാണ്, എത്രത്തോളം അവരുടെ പ്രതിരോധശേഷി കുറഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ കിട്ടിയ സൗഭാഗ്യങ്ങൾ തന്ന ആരോഗ്യം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകുമെന്ന് അന്ധമായി വിശ്വസിച്ച് അവരെ ഒരു പരിശോധനകൾക്കും വിധേയമാക്കാതെ ഒരു അസുഖം വരുമ്പോൾ മാത്രം കുഞ്ഞുങ്ങളെ ഒരു ഹെൽത്ത് സ്ക്രീനിങ്ങിന് കൊണ്ടുപോകുക എന്ന രീതി ഒഴിവാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒബേസിറ്റി മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിനിടയ്ക്ക് ഞാൻ കാണാനിടയായി. അതിൽ നല്ലൊരു വിഭാഗവും ചെറുപ്പക്കാരാണ്. അതിൽ തന്നെ 15 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ആവശ്യപ്പെടുമ്പോൾ കുട്ടികളല്ലേ, അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചേച്ചി എന്നോട് ചോദിക്കും. ഇതാണ് ആദ്യം വരുന്ന പ്രതികരണം. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ കൺസൾട്ടൻറ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ട അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, 12-13 വയസ്സ് വരെ ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ ഫോളോ അപ്പും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ കൃത്യമായി കുട്ടിയുടെ വളർച്ചയും പുരോഗതിയും രക്ഷകർത്താവിന് അറിഞ്ഞു പോകാൻ സാധിക്കും. അതിനുശേഷം പീരിയോഡിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഹെൽത്ത് സ്ക്രീനിങ് കുട്ടികൾക്ക് നടത്താറില്ല. അവർ ആരോഗ്യവാന്മാർ ആണ് എന്ന വിശ്വാസത്തിൽ രക്ഷകർത്താക്കൾ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഈ പ്രായം, ഈ കാലഘട്ടം വളരെ ക്രൂഷ്യലാണ്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണത്. അവർ എന്ത് കഴിക്കുന്നു, എപ്പോഴുറങ്ങുന്നു, എത്ര നേരം ഉറങ്ങുന്നു, ജീവിതശൈലിയിൽ ദോഷം വരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും രക്ഷകർത്താക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സമയമാണ്. നമുക്ക് അവരുടെ മേലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാവുന്ന ഒരു സമയം, ആ ഒരു കാലഘട്ടമാണ്. അതായത് ടീനേജ് കഴിഞ്ഞ് അഡലസൻസ്, യൂത്ത്, ഏതാണ്ട് 10-15 വർഷങ്ങൾ നീളുന്ന ആ ഒരു സമയം. കുട്ടികളുടെ മേൽ നമുക്കൊരു നിയന്ത്രണവുമില്ല, അവരുടെ മാറ്റങ്ങളിൽ നമുക്ക് അറിവില്ല. പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴത്തെ ഈ മഹാമാരി തന്നെ അതീവ ഗുരുതരമായി ബാധിക്കുന്നു എന്നതും കണക്കുകൾ തന്നെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ്, ശിശുരോഗ വിദഗ്ധൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് കുട്ടികൾ മാറുന്ന പ്രായം തൊട്ട് ഒരു അസുഖം വരുന്നത് വരെ കാത്തിരിക്കാതെ നിങ്ങൾ നടത്തുന്ന എക്സിക്യൂട്ടീവ് ചെക്കപ്പുകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തി പീരിയോഡിക്കായിട്ടുള്ള ടെസ്റ്റുകൾക്ക് വിധേയരാക്കുക. പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കാനോ ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വരുന്ന കുട്ടികളുണ്ട്.
നമ്മൾ അവരുടെ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ സമയം കറക്റ്റായി നോക്കും, ലൈസൻസ് നോക്കും, ഇൻഷുറൻസ് പോളിസികളുടെ റിന്യൂവൽ നോക്കും. ഇതൊക്കെ നോക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വർഷം തോറുമുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്ര ഫ്രീക്വൻസിയിൽ അടുത്ത പരിശോധന നടത്തണമോ അതിനനുസരിച്ചുള്ള റിവ്യൂസ്. ഇതിൽ വീഴ്ച വരുത്താതിരുന്നാൽ നമുക്കൊരു അസുഖം വരുമ്പോൾ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ മുമ്പിൽ, ഒരു കൺസൾട്ടൻറ്റിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പതറാതെ നമുക്ക് ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു സന്ദേശം നിങ്ങൾക്കും പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനകളോടെ. താങ്ക് യു.